ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതം മധുരം ചാനൽ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഘടകങ്ങൾ എങ്ങനെ എഴുതാം എന്നെല്ലാം നമ്മൾ കണ്ടെത്തി പട്ടികപ്പെടുത്താനൊക്കെ പഠിച്ചു. പേജ് നമ്പർ 131 ഏതാനും കണക്കുകളുണ്ട്. ആ കണക്കുകൾ നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ചോദ്യം ഞാനൊന്ന് വായിക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ഈച്ച് നമ്പർ ബിലോ. അതായത് ചുവടെ പറയുന്ന സംഖ്യകളുടെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ്. ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഉടൻ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ചിന്തകൾ ഒന്നും കൂടെ പറയുന്നു. അഭാജ്യ സംഖ്യകളാക്കണം, ഘടകക്രിയ ചെയ്യണം. ഘടകക്രിയ ചെയ്യാത്തതാണെങ്കിൽ അഭാജ്യ സംഖ്യകളാക്കി അതിൻ്റെ എക്സ്പോണൻറ്റിലെ കൃത്യംഗത്തിലേക്ക് നോക്കുക. കൃത്യംഗത്തിൽ എത്രയാണോ അതിനോട് ഒന്ന് കൂട്ടുക. ഒന്ന് കൂട്ടിയതിന് ശേഷം 2 or 3 ഘടകങ്ങളുണ്ടെങ്കിൽ ആ എണ്ണം തമ്മിൽ ഗുണിക്കുകയാണ് വേണ്ടത്. ഓക്കെ, സമയം കളയണ്ട, നമുക്ക് ഓരോ പ്രവർത്തനം ചെയ്തുകൊണ്ട് തന്നെ പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇവിടെ കിടക്കുന്നത് 40 ആണ്. ഇങ്ങനെ കിടന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഘടകക്രിയ ചെയ്യാം. നോക്കുക, 40നെ ഘടകക്രിയ ചെയ്താൽ 2 കൊണ്ട് പറ്റും. 2 20, 2 10, 2 5. നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനിത് ഓരോന്നുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നില്ല. ഇവിടെ 3 2കളാണ്. അപ്പോൾ 2⁻3 ഗുണിക്കണം 5 ആണ് 5 എന്നെഴുതുന്നു. ഉടൻ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഇവിടെ 3 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 3 കൂട്ടണം 1 4 ഇൻറ്റു ഇവിടെ ഒന്നുമില്ല, പക്ഷെ 1 വരിക. 5 അപ്പോൾ 1നോട് 1 കൂട്ടുക. 1 കൂട്ടണം 1. അപ്പം നമുക്ക് എത്രയാണ് കിട്ടിയത്? 3 1 4, 4 ഇൻറ്റു 1 1 2, 4 2 8 ഘടകങ്ങളാണ് കിട്ടുക. 8 ഫാക്ടേഴ്സ്. നിങ്ങൾ മുഴുവൻ എഴുതിക്കോളാം. ഓക്കെ ആണല്ലോ. അടുത്തത് 54 ആണ്. അപ്പം 54 ആയതുകൊണ്ട് 2 കൊണ്ട് പറ്റും. 2 27. ഇനി പറ്റുന്നത് 3 9 3 3. അപ്പം നമുക്കിവിടെ എഴുതാം 2 ഗുണിക്കണം 3 ക്യൂബാണ് വരുന്നത്. 2 എന്ന് പറയുമ്പോൾ 1 വരുന്നത്. അപ്പോൾ 1 കൂട്ടണം 1 ഗുണിക്കണം 3 കൂട്ടണം 1. 1 1 2, 2 ഇൻറ്റു 3 1 4. 24 8 ഫാക്ടേഴ്സ് എന്ന് നിങ്ങൾ എഴുതുക. 8 ഘടകങ്ങൾ. അടുത്തത് 60 ആണ്. 60 ആകുമ്പോൾ 2 കൊണ്ട് 30, ഇനി 2 കൊണ്ട് 15, 3 5. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് 2 സ്ക്വയർ ഗുണിക്കണം 3 ഗുണിക്കണം 5. ഇവിടെ ആദ്യം 2നോട് 1 കൂട്ടുക. 2 കൂട്ടണം 1 ഗുണിക്കണം ഇവിടെ 1 ആണ്. 1 കൂട്ടണം 1 ഗുണിക്കണം ഇവിടെ 1 കൂട്ടണം 1. അപ്പം നമുക്ക് കിട്ടും 2 1 3 ഗുണിക്കണം 1 1 2 ഗുണിക്കണം 2. 3 2 6, 6 2 12 ഘടകങ്ങളാണ് കിട്ടുക. അടുത്തത് 100 ആണ്. 100 ആകുമ്പോൾ നമുക്ക് എളുപ്പം 2 50, 2 25. ഇനി നമുക്ക് പറ്റുന്നത് 5 ആണ്. 5 5 25. അപ്പം നമുക്ക് അവിടെ എഴുതാം 2 സ്ക്വയർ ഗുണിക്കണം 5 സ്ക്വയർ. ഈ 2നോട് 1 കൂട്ടുക. 2 1 3 ഗുണിക്കണം 2നോട് 1 കൂട്ടുക. 2 1 3 സമം 3 ഗുണിക്കണം 3 9 ഘടകങ്ങൾ എന്നെഴുതുക. ഫാക്ടേഴ്സ്. അത് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കൂടാം. ഓക്കെ. അടുത്തത് 210 ആണ്. 210 2 കൊണ്ട് പറ്റും. 200ൻ്റെ പകുതി 100 ആണ്. 10ൻ്റെ പകുതി 5. അപ്പം 105 ആണ് വരിക. ഇനി പറ്റുന്നത് 3 ആണ്. 3 3 9, ബാക്കി 1 15, 3 5 15. ഇനി 3 കൊണ്ട് പറ്റൂല, 5 കൊണ്ടാണ്. 5 7 35. നല്ലൊരു കണക്കാണ്. 2 ഗുണിക്കണം 3 ഗുണിക്കണം 5 ഗുണിക്കണം 7. ഇങ്ങനെ വരുമ്പോൾ ഇതിന് ഓരോന്നിൻ്റെയും മുകളിൽ 1 ഉണ്ട്. അപ്പോൾ ഇനി ഞാനിതിങ്ങനെ 1 കൂട്ടണം 1 ഇങ്ങനെ എല്ലാത്തിലും എഴുതുന്നില്ല. നമ്മൾ പഠിച്ച് നമുക്കൊന്നും കൂടെ അറിവ് വർദ്ധിക്കണമല്ലോ. അപ്പോൾ ഇനി കൽബിനുള്ളിൽ വെച്ച് കൂട്ടി എഴുതിയാൽ മതി. ഇവിടെ 1 ആണ്. 1 1 2 ഗുണിക്കണം. ഇവിടെ 1 1 1 2 ഗുണിക്കണം. ഇവിടെ 1 1 1 2 ഗുണിക്കണം. ഇവിടെ 1 1 1 2. ഈ 2 4, ഇവിടെ 4 4 4 16 ഘടകങ്ങളാണ് വരുന്നത്. ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം.
2 ഗുണിക്കണം 3 ഗുണിക്കണം 5 ഗുണിക്കണം 7 എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം മുകളിൽ 1 വേണമെങ്കിൽ ഇട്ട് വെക്കുക. 1 കൂട്ടിയാൽ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെയും 2. അങ്ങനെയാണ് 16 ഘടകങ്ങൾ കിട്ടുന്നത്. ഓക്കെ ആയോ? മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു ഇടങ്ങേറ് പിടിച്ച ചോദ്യമാണ് കേട്ടോ. നമുക്കൊന്ന് നോക്കാം. ഏതായാലും ഫ്രം ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ we can deduce some peculiarities of the number. The table below lists these 4 numbers of factors up to 5. Extend it to number of factors up to 10. അതായത് നിങ്ങൾ അവിടെ നോക്കിയാൽ മനസ്സിലാവും, ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണത്തിൽ നിന്ന് സംഖ്യയുടെ ചില സവിശേഷതകൾ പറയാൻ കഴിയും. ഘടകങ്ങളുടെ എണ്ണം 5 വരെ ചുവടെയുള്ള പട്ടികയിലുണ്ട്. തുടർന്ന് ഘടകങ്ങളുടെ എണ്ണം 10 വരെ എഴുതി പട്ടിക വലുതാക്കാനാണ്. ജസ്റ്റ് തന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. 1 തന്നിട്ടുണ്ട്. 1ന് പ്രത്യേകിച്ച് വേറെ സവിശേഷതകൾ ഇതിനകത്ത് പറയുന്നില്ല. 2 തന്നിട്ടുണ്ട്. അത് പ്രൈം നമ്പറാണ് 2 അല്ലേ? അപ്പോൾ ഘടകങ്ങളുടെ എണ്ണമായിട്ട് പ്രൈം നമ്പർ 2 ഘടകങ്ങളാണുള്ളത്. 2 ഫാക്ടേഴ്സ് ആണുള്ളത്. അഭാജ്യ സംഖ്യ എന്ന് തന്നിട്ടുണ്ട്. അതിന് വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല. ഇനി ഘടകങ്ങളുടെ എണ്ണം 3 പറഞ്ഞാൽ നമുക്ക് പറയാം അഭാജ്യ സംഖ്യയുടെ 2ാം കൃതിയാണ്. സെക്കൻഡ് പവർ ഓഫ് എ പ്രൈം അല്ലേ? ഇവിടെ നോക്കൂ, ഇനി ഘടകങ്ങളുടെ എണ്ണം 3 എന്ന് തന്നിട്ടുണ്ട്. 3 വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക സെക്കൻഡ് പവർ ഓഫ് എ പ്രൈം, അതായത് ഒരു അഭാജ്യ സംഖ്യയുടെ 2ാം കൃതി. അഭാജ്യ സംഖ്യ 3 ആയിട്ട് എടുത്താൽ 3ന്റെ 2ാം കൃതി. 3ന്റെ 2ാം കൃതി എന്ന് നമ്മൾ പഠിച്ചു. ഘടകങ്ങളുടെ എണ്ണം 2, 1, 3 ആണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ അത് അതിൻ്റെ ബീജഗണിത രൂപം p² നമ്മൾ കണ്ടെത്താണ് ഇതിനകത്ത് ഉണ്ട്. ഇനി അടുത്തത് ഘടകങ്ങളുടെ എണ്ണം 4 ആയാൽ, ഘടകങ്ങളുടെ എണ്ണം 4 വരുമ്പോൾ നമുക്കറിയാം സംഖ്യയുടെ 3ാം കൃതി. 3ാം കൃതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3⁻³ ആയാൽ ഘടകങ്ങളുടെ എണ്ണം 4 നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ബീജഗണിത രൂപക്കാര് തന്നിട്ടുണ്ട്. പിന്നെ 2 എണ്ണം തമ്മിൽ ഗുണിച്ചാലും എന്ത് കിട്ടും? പ്രൊഡക്റ്റ് ഓഫ് 2 പ്രൈംസ്. അതായത് നമുക്കറിയാം 7 ഗുണിക്കണം 5. 7 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ 7ന്റെ പവർ 1, 5ന്റെ പവർ 1. 1 1 2 ഇൻറ്റു 1 1 2. 2 ഇൻറ്റു 2 ഘടകങ്ങളുടെ എണ്ണം 4 വരും. അടുത്തത് 5 ആണ് ഘടകങ്ങളുടെ എണ്ണം തന്നിരിക്കുന്നത്. 5 ഘടകങ്ങളുടെ എണ്ണം തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാം 4th പവർ ഓഫ് എ പ്രൈം, അതായത് അഭാജ്യ സംഖ്യയുടെ 4ാം കൃതി. അതായത് 5⁻4. 4 ആവുമ്പോൾ 4നോട് 1 കൂട്ടിയാൽ 5 ഘടകങ്ങൾ കിട്ടും. ഇത്രയും അവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് 6 മുതൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഉണ്ടാക്കണം. അവിടെയാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അടുത്തത് നമ്മൾ എഴുതുകയാണെന്ന് പറഞ്ഞല്ലോ. അടുത്ത ഘടകങ്ങളുടെ എണ്ണം 6. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ ഓടി നമ്മളുടെ മനസ്സിലേക്ക് എടുക്കുക എന്താണ്? ഒരു അഭാജ്യ സംഖ്യയുടെ 5ാം കൃതി, 5th പവർ ഓഫ് എ പ്രൈം, അതായത് p⁻5. 5നോട് 1 കൂട്ടിയാൽ 6 ഘടകം കിട്ടും. p എന്ന് പറഞ്ഞത് അഭാജ്യ സംഖ്യ, p പ്രൈം നമ്പർ. ഓക്കെ ആണല്ലോ? ഇനി ഇത് വേറൊരു രീതിയിലും 6 ഘടകം കിട്ടും. അതായത് ഒരു അഭാജ്യ സംഖ്യയുടെ 2ാം കൃതിയുടെയും 2ാം കൃതി മറ്റൊരു അഭാജ്യ സംഖ്യയുടെയും ഗുണനഫലം. അതായത് 2 എന്ന് പറഞ്ഞാൽ 2നോട് 1 കൂട്ടിയാൽ 3 ആണ്. പിന്നെ ഇവിടെ 1 ആണ് വരിക. 1 1 2. അപ്പോൾ 3 2 6 ഘടകം കിട്ടും. ദ പ്രൊഡക്റ്റ് ഓഫ് സെക്കൻഡ് പവർ ഓഫ് എ പ്രൈം നമ്പർ ആൻഡ് അനദർ പ്രൈം നമ്പർ. സെക്കൻഡ് പവർ ഓഫ് എ പ്രൈം ആൻഡ് അനദർ പ്രൈം നമ്പർ. ഓക്കെ ആണല്ലോ? മനസ്സിലായിട്ടുണ്ടാവും. അതിൽ പിയും ക്യൂവും എന്തായിരിക്കണം? പ്രൈംസ് ആയിരിക്കണം. അതായത് അഭാജ്യ സംഖ്യകളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ 7ാമത്തത് നിങ്ങൾക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ഇത് 7 ഘടകങ്ങളായാൽ എങ്ങനെ നമുക്ക് എഴുതാം? ഇവിടെ നിങ്ങൾ ഇത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഒരു അഭാജ്യ സംഖ്യയുടെ എത്രാം കൃതിയാണ് വരിക? 6ാം കൃതി. 7 ഘടകങ്ങളാവുമ്പോൾ ഏത് അഭാജ്യ സംഖ്യ ആയാലും നമുക്ക് കുഴപ്പമില്ല. അതിൻ്റെ 6ാം കൃതിയാണ് വരിക 7. അതായത് ഇവിടെ വരുമ്പോൾ എന്ത് നമുക്ക് എഴുതണം? 6th പവർ ഓഫ് എ പ്രൈം. എന്താണ്? 6th പവർ ഓഫ് എ പ്രൈം ആണ് 7 വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 6 ആക്കണം അല്ലേ? p⁻6. p എന്താണ്? അഭാജ്യ സംഖ്യ, p പ്രൈം നമ്പർ. അപ്പം 7ന്റെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് 7ൽ വരില്ല. ഇനി നമുക്ക് 8 ഒന്ന് നോക്കാം അല്ലേ?
അടുത്തത് ഫാക്ടേഴ്സ്, നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഘടകങ്ങളുടെ എണ്ണം നമ്മൾ 8 എഴുതി. 8 എഴുതിയപ്പോൾ തന്നെ ഉടൻ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം എന്ത്? 7th പവർ ഓഫ് പ്രൈം, അതായത് ഒരു അഭാജ്യ സംഖ്യയുടെ 7ാം കൃതിയാണ് 8. p⁻7, p അഭാജ്യ സംഖ്യ. അപ്പം 7 എന്ന് പറഞ്ഞാൽ 1 കൂട്ടി 8 ഘടകമായി, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അടുത്തത് നമുക്കൊന്ന് നോക്കാം. ഒരു അഭാജ്യ സംഖ്യയുടെ മൂന്നാം കൃതിയുടെയും മറ്റൊരു അഭാജ്യ സംഖ്യയുടെയും ഗുണനഫലം നോക്കൂ. p⁻3q, ഇവിടെ 3, 3നോട് 1 കൂട്ടിയാൽ 4, പിന്നെ ഇവിടെ 1 ആണ്, 1 1 2, 4 2 8 ഘടകം കിട്ടും. ദ പ്രൊഡക്റ്റ് ഓഫ് ദ തേർഡ് പവർ ഓഫ് എ പ്രൈം നമ്പർ ആൻഡ് അനദർ പ്രൈം നമ്പർ. അതേപോലെ നമ്മൾ അതിൻ്റെ ആൽജബ്രിക് ഫോം, അതായത് ബീജഗണിത രൂപവും നിങ്ങൾ എഴുതി വെച്ച് പോകണം. അടുത്തത് ഈ 8 ആയതുകൊണ്ട് നമുക്കറിയാം 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായാലും നമുക്ക് കിട്ടും. പ്രൊഡക്റ്റ് ഓഫ് 3 പ്രൈംസ് PQR പ്രൈംസ് ആയാൽ നമുക്കറിയാം. ജസ്റ്റ് ഞാൻ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കാണിച്ചു തരാം. PQR എന്നെടുക്കുക. അപ്പോൾ p⁻1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. 1നോട് 1 കൂട്ടിയാൽ 2 × 2 എത്ര ഘടകം വരും? 8 ഘടകം വരും. ഓക്കെ ആണല്ലോ? എങ്കിൽ നമുക്ക് ഇനി ഘടകങ്ങളുടെ എണ്ണം 9 എടുത്താൽ എന്താണ് പ്രത്യേകത നോക്കാം. വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ മനസ്സിൽ മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ഇത് വളരെ ഞെരിഞ്ഞ് പിടിച്ചിട്ടൊക്കെയാണ് എഴുതിയത്. ബോർഡിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വിശദമായിട്ട് കുറച്ച് സ്ഥലം വിട്ട് സ്പേസ് വിട്ട് വൃത്തിയായിട്ട് എഴുതുക. 9 ആവുമ്പോൾ നമുക്കറിയാം 8ാം കൃതിയാണ്, ഒരു അഭാജ്യ സംഖ്യയുടെ 8ാം കൃതി. p⁻8, p അഭാജ്യ സംഖ്യ, പ്രൈം നമ്പർ. അപ്പോൾ 8 ആവുമ്പോൾ 8 1 9, 8th പവർ ഓഫ് എ പ്രൈം. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് നോക്കുക, 2 അഭാജ്യ സംഖ്യകളുടെ 2ാം കൃതികളുടെ ഗുണനഫലം. 2ാം കൃതി എന്ന് പറയുമ്പോൾ p² q². p² ആകുമ്പോൾ 2 എന്നുള്ളത് 1 കൂട്ടി 3 ആയി, 2ഉം 1 കൂട്ടി 3 ആയി, 3 3 9 ഘടകമായി അല്ലേ? അതായത് ദ പ്രൊഡക്റ്റ് ഓഫ് സെക്കൻഡ് പവർ ഓഫ് 2 പ്രൈംസ്. PQ അഭാജ്യ സംഖ്യകൾ, PQ പ്രൈംസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ 10 ഘടകങ്ങൾ വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. 10 വരെ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊക്കെ 11 12 കണ്ടുപിടിച്ചോ. ഏതായാലും നല്ലൊരു പ്രവർത്തനമാണ്. അടുത്തത് 10 ആണ്. 10 എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. p⁻9 നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം. 9നോട് 1 കൂട്ടിയ 10 ഘടകങ്ങളായി, അതായത് ഒരു അഭാജ്യ സംഖ്യയുടെ 9ാം കൃതി, 9th പവർ ഓഫ് എ പ്രൈം. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് എഴുതാൻ അറിയാം. ഇനി അടുത്തത് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് വന്നാൽ മതി. 5 2 10 ആണ്. 5 2 10 ആവുമ്പോൾ 5ൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ ഒരു സംഖ്യയുടെ 4ാം കൃതി. 2 ആകുമ്പോൾ മറ്റൊരു അഭാജ്യ സംഖ്യ. നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവന്നതാണ്. അതായത് ഒരു അഭാജ്യ സംഖ്യയുടെ 4ാം കൃതിയും മറ്റൊരു അഭാജ്യ സംഖ്യയുടെയും ഗുണന ഫലമാണ് വരിക. p⁻4q, 4നോട് 1 കൂട്ടിയ 5, 1 1 2, 5 2 10 ഘടകം ഫാക്ടേഴ്സ് കിട്ടി. അതായത് ദ പ്രൊഡക്റ്റ് ഓഫ് ദ 4th പവർ ഓഫ് എ പ്രൈം നമ്പർ ആൻഡ് അനദർ പ്രൈം നമ്പർ. PQ എന്നിവ അഭാജ്യ സംഖ്യകൾ പ്രൈംസ് ആയിരിക്കും. ഓക്കെ ആയോ? ഈ ഒരു പ്രവർത്തനം നല്ലൊരു പ്രവർത്തനമാണ്. നമുക്കിത് ആഴത്തിലേക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനും നമ്മെ സഹായിക്കും. അപ്പോൾ ഘടകങ്ങളുടെ എണ്ണവും കൃതിയും തമ്മിലുള്ള ഒരു ബന്ധം, അവ തമ്മിലുള്ള ബന്ധം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ ഈ ഒരു പ്രവർത്തനത്തിലൂടെ പറ്റും. നല്ലൊരു പ്രവർത്തനമാണ്. ഇതുപോലെ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനിയും ഉണ്ട് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ സമയം കിട്ടുന്നതിനനുസരിച്ച് പരീക്ഷയ്ക്ക് മുമ്പ് ചെയ്തിടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, മറ്റു പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ലവ് യു ഓൾ, ബൈ.